ആ എന്താ സുഗന്ധം! ആഹാ. കഴിക്കാൻ വേണോ? വേണ്ട. അതെന്താ, വിശക്കുന്നില്ലേ? എനിക്കിഷ്ടമല്ല. ഈ കാട്ടില് കഴിക്കാൻ കിട്ടുന്നതാണ് വലിയ കാര്യ. നിന്റെ ഭാഗ്യം ബിരിയാണിയാ കിട്ടിയേക്കുന്നേ. ഇഷ്ടമില്ലെന്ന്. ബിരിയാണി ഉണ്ടല്ലോ, ചൂടായിട്ട് കഴിച്ചാലേ ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. വെള്ളം കുടിക്ക്, തൊണ്ടേ കൊടുങ്ങും. മിസ്റ്റർ റൗഡി. എന്താടി? ഇന്നലെ രാത്രി മുഴുവൻ നല്ല ഒച്ചയുണ്ടാക്കുമായിരുന്നു. ആകെ പേടിയായി, ഉറങ്ങാനും പറ്റിയില്ല. എന്നാ ഇന്നെന്താ കാറാത്തെ? ഇനി കാറത്തില്ല, ധൈര്യമായിട്ട് ഉറങ്ങിക്കോ. അവിടെ കാറാട്ടെ? ആ, നീ കഴിക്കുന്ന ചിക്കൻ ബിരിയാണിയല്ല, നരി ബിരിയാണിയാ. നീ നരിയെ കറി വെച്ച് കൂട്ടൂടാ. മനുഷ്യന്റെ കറിയല്ലാതെ ബാക്കി എല്ലാ കറിയും തിന്നും. എങ്ങനെ നേരം വെളുപ്പിക്കുന്നു അറിയില്ല. എത്ര നേരം കുളിക്കുന്നേ? വാ പോകാം. ആവശ്യമില്ലാത്ത കാര്യമൊക്കെ വാ. പോയി ഡ്രസ്സ് മാറ്റിട്ട് വാ. ഞാനെന്താ പിക്നിക്കിന് വന്നതാണോ? എന്റെ മാറ്റാൻ വേറെ ഡ്രസ്സ് പോലും ഇല്ല. ഇതാ, ഇതിട്ടോ. ഞാൻ ആണുങ്ങളുടെ ഷർട്ട് ഇടാറില്ല. ആണുങ്ങളെ പോലെ മുടി വെട്ടുന്നു, പാൻ്റ് ഇടുന്നു, സിഗരറ്റ് വലിക്കുന്നു, വെള്ളമടിക്കുന്നു, ഷർട്ട് ഇടത്തില്ലല്ലേ? കാട്ടിലുള്ളത് കഴിക്കണം, കിട്ടുന്നത് ഇടണം. പെണ്ണുങ്ങള് ഷർട്ട് ഇട്ടാലും കുഴപ്പമില്ല, ഇപ്പൊ ഇട്ടിരിക്കുന്നതിനേക്കാളും നല്ലതാ. ഷർട്ട് നന്നായിട്ടുണ്ടല്ലോ, ഇതിനെന്താ കുറവ്? ഇറക്കം വളരെ കുറവാ. ഓ, ഇതൊക്കെ ഒരു പ്രശ്നമാണ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി ഡ്രസ്സ് മേടിച്ചോണ്ട് വരാം. ടൈഗർ. ഹാൻഡ്സ് അപ്പ്. ഞാൻ വെടിവെച്ച പുലിയെത്താ. പുലി വേണമെന്ന് പറഞ്ഞപ്പോ കിളിയെ കാണിക്കുന്നു. നീ പുലിയാന്ന് പറഞ്ഞ് കിളിയെ വെടിവെച്ചത്. അപ്പൊ പുലി രക്ഷപ്പെട്ടു കളഞ്ഞോ? പുലിയുടെ അടുത്തുനിന്ന് നീയാ രക്ഷപ്പെട്ടത്. സിംഹവും പുലിയുള്ള കാട്ടിൽ സിംഗിളായിട്ട് വന്ന് നിൽക്കുന്നു. ആരാടാ നീ? എന്റെ സ്റ്റൈല് കണ്ടിട്ട് ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ? കോമാളിയെ പോലുണ്ട്.
സോമാളിയ കൊള്ളക്കാരനെ പോലെ ഇല്ലേ? എന്നെ കണ്ടിട്ട് കോമാളിയാണെന്നോ? ഐ ആം എ ഹണ്ടർ, വേട്ടയാടുന്നവൻ. ഞാൻ ഇന്ന് വരെ 30 സിംഹം, 40 പുലി, 50 ആന, 60 കരടി. വെടിവെച്ചോ? ഇല്ല, കണ്ടിട്ടുണ്ട്. കാട്ടിലോ? നാട്ടിലെ. എവിടെ? മലമ്പുഴ സൂവില്. അതുകൊണ്ടാണ് ആ മൃഗങ്ങളെയെല്ലാം നേരിൽ കണ്ട് വേട്ടയാടാമെന്ന് കരുതി വന്നത്. അനിയ, നിന്നോട് ഒരുപാട് സംസാരിച്ച് വളരെ ക്ഷീണിച്ചിരിക്കുകയാണ് ഞാൻ. എനിക്ക് റെസ്റ്റ് ചെയ്യാൻ ഒരു ഗസ്റ്റ് ഹൗസ് കിട്ടുമോ? കാട്ടില് ഗസ്റ്റ് ഹൗസോ? എൻ്റെ കയ്യിൽ ഒരുപാട് കാശുണ്ട്. അപ്പൊ എന്റെ നല്ല ഗസ്റ്റ് ഹൗസ് ഉണ്ട്. വാ. ആ. ഏ? വീക്കാണല്ലോ, നടക്കുവോ? ഏ? ആ. അയ്യേ, ഏ? നിന്റെ വെയിറ്റിന് ഈ ബായിയൊക്കെ ആവശ്യമാണോ? വാ. അനിയ, ആ, നിന്നെ കണ്ടിട്ട് പേടിക്കുന്നത് പോലെയുണ്ടല്ലോ. ആ. എന്റെ ഈ തോക്കുകൊണ്ട് കാട്ടിലുള്ള മൃഗങ്ങളെ മാത്രമേ വെടിവെക്കൂ. നിന്നെപ്പോലെയുള്ള പാവങ്ങളെ നീ ഹണ്ടർ, വേട്ടക്കാരൻ. മനുഷ്യരെ ഞാൻ കൊല്ലും. അപ്പൊ എന്നെ തട്ടിക്കൊണ്ടുവന്നതാ? ആഹാ, ഏ? നീ തന്നെ വന്ന് കുടുങ്ങിയതാ. കുട്ടികളെ, ഞാൻ വേട്ടയ്ക്ക് പോയിട്ട് വരാം. അതുവരെ മര്യാദക്കിരുന്നോണം രണ്ടും. ഐ ആം ക്യാപ്റ്റൻ ദിവാകരൻ. ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം. ഒന്ന് ചുമ്മാ ഇരിയടോ. തന്റെ മുഖം കണ്ടറിയാ പേടിത്തൊണ്ടനാണെന്ന്. അല്ലെങ്കിൽ തന്നെ ഇയാളുടെ മുന്നിൽ ചെന്ന് ചാടുമായിരുന്നോ? എന്റെ മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നിയോ നിനക്ക്? മൊത്തത്തിൽ അങ്ങനെ തന്നെയാ. മുഖത്ത് നോക്കണ്ട, ബ്രെയിൻ നോക്ക്. നിന്റെ കാലെടുത്ത് എന്റെ ബനിയനകത്തേക്ക് വയ്ക്ക്. തെറ്റിദ്ധരിക്കണ്ട, അകത്ത് സെൽഫോണുണ്ട്. സെൽഫോൺ ദാ നോക്ക്. ആ, വെറുതെ ആലോചിക്കാതെ കാലുകൊണ്ട് എടുക്ക്. വന്ന് 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 വന്ന്. സോറി ക്യാപ്റ്റൻ, നിങ്ങളൊരു പൊട്ടനാണെന്ന് ഞാൻ വിചാരിച്ചു. കുഴപ്പമില്ല കുഴപ്പമില്ല, വേഗം ഫോൺ ചെയ്യ്. നിങ്ങളുടെ ഫോണിൽ ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് ഔട്ട് ഗോയിങ് കോൾ ലഭിക്കുന്നതല്ല. 6 മാസമായി റീചാർജ് ചെയ്യാത്ത കാരണത്താൽ നിങ്ങളോട് ഈ കമ്പനിക്ക് തന്നെ ഇപ്പോൾ ദേഷ്യമാണ്. ലൈൻ കിട്ടുന്നുണ്ടോ? എന്താ? അയ്യോ, എന്തിനാ ഫോൺ വലിച്ചെറിഞ്ഞത്? 2 മാസം റീചാർജ് ചെയ്യാതിരുന്ന എങ്ങനെയാ കോൾ പോവുക? ഔട്ട് ഗോയിങ് പോയില്ലെങ്കിൽ എന്താ, ലൈഫ് ടൈം ഇൻകമിങ് ഫ്രീ ആ മോളെ. എടുക്ക് എടുക്ക്, അവൻ വരുന്നതിന് മുമ്പ് എടുക്ക്. സോറി ക്യാപ്റ്റൻ, നിങ്ങൾ ഞാൻ വീണ്ടും പൊട്ടനാണെന്ന് വിചാരിച്ചു. എന്റെ ഭാര്യ 1 മണിക്ക് ഫോൺ ചെയ്യും. അവളോട് ഈ കാര്യം പറയുകയാണെങ്കിൽ അവൾ പോലീസിനെ അറിയിച്ച് എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരും. കോള് വരുമല്ലോ അല്ലേ? കോള് വരും മോളെ, വിഷമിക്കല്ലേ. ഓക്കേ. മൂദേവി ആവശ്യമില്ലാത്ത നേരത്തൊക്കെ ഫോൺ ചെയ്യും. ഇപ്പൊ ചെയ്യുന്നില്ല. കോൾ ചെയ്യ്. അടുക്കുന്ന എടുക്കെടുക്ക്. വെറുതെ ഫോൺ വെച്ചുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങള്. ഇൻകമിങ് കോള്. എടാ, ജെട്ടിയും ബെനിനും അല്ലാതെ വേറൊന്നും ഇല്ലെന്നാണല്ലോ പറഞ്ഞേ. സെൽഫോൺ എവിടെ നിന്നാ കിട്ടിയേ? ഞങ്ങള് രണ്ടുപേരും വെറുതെ കളിച്ചതാ. ഹലോ, ഇപ്പോൾ എവിടെയാണുള്ളത്? നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നയാൾ ഇനിയും കുറച്ച് സമയത്തിനുള്ളിൽ നല്ല അടി മേടിക്കാൻ പോവുകയാണ്. അല്പസമയത്തിന് ശേഷം വിളിക്കുക. ഞാൻ ക്യാപ്റ്റൻ ആയതുകൊണ്ട് അവൻ പേടിക്കുവാ. പേടിച്ച് കമ്പൊടിഞ്ഞു പോയടാ. നല്ല കമ്പെടുത്തോണ്ട് വരാം ഞാൻ. പാവം ക്യാപ്റ്റൻ, തോല് പിടിച്ച കോഴിയെ പോലെയായി. ആ പറയൂ. സിഎം, നിങ്ങൾ എന്ത് തീരുമാനിച്ചു? ഫയലിൽ സൈൻ ചെയ്യൂ അതോ ഇല്ലയോ? ഓക്കെ, സൈൻ ചെയ്യാം. ഗുഡ് ഗുഡ്. അതിനു മുമ്പ് എന്റെ മകളുമായി സംസാരിക്കണം. ആദ്യം താൻ ആ ഫയലിൽ സൈൻ ചെയ്യും, അതിനുശേഷം മോള് സംസാരിക്കും. നോ, എന്റെ മകളുടെ ശബ്ദം കേൾക്കണം. അതിനുശേഷമേ സൈൻ ചെയ്യൂ. ശരി, ഓക്കെ. തന്റെ മോള് തന്നോട് സംസാരിക്കും. കുറച്ചു കഴിഞ്ഞ് തന്നെ ഞാൻ വിളിക്കാം. ഓക്കെ? ഓക്കെ.
അങ്ങനെ ഞാൻ എന്താ ക്യാപ്റ്റൻ മേലോട്ട് നോക്കി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? മേലോട്ട് നോക്കി ആലോചിച്ചത് അടുത്ത നടപടി എന്തെടുക്കാമെന്നാണ്. ഇന്ന് നമ്മൾ രക്ഷപ്പെടുന്നു. എങ്ങനെയാ? കം ക്ലോസർ. യെസ്. എന്താ ക്യാപ്റ്റൻ, കണ്ണു കാണുന്നില്ലേ? നോക്ക് മർമ്മം. നോക്കൂത്തിയ പോലുണ്ട്, എന്നിട്ട് നോക്കുമർമ്മം. ചുമ്മായിരിക്കെ. നോക്ക് മർമ്മം കൊണ്ട് അവന്റെ മൈൻഡ് ഞാൻ കൺട്രോൾ ചെയ്യാൻ പോവുകയാണ്. ആദ്യം തന്റെ വായൊന്ന് കൺട്രോൾ ചെയ്യ്. അവൻ എങ്ങാനും കേട്ടാലുണ്ടല്ലോ തന്നെ പിന്നെയും ചതച്ച് ചമ്മന്തിയാക്കും. നീ നോക്കിക്കോ, തീർച്ചയായും നമ്മൾ ഇന്ന് രക്ഷപ്പെടാൻ പോകുന്നു. മൂത്രം ഒഴിച്ചോടാ. ഇല്ല, ഞാൻ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. മര്യാദയ്ക്ക് പുറത്തു പോയിട്ട് വാ, അകത്ത് പോയി അടിച്ച് കാലൊടിയും. എന്താ അങ്ങോട്ട് പോകുന്നതോ? അവൾക്ക് ഒഴിക്കണമെന്നുണ്ടോ? അനിയ, എന്താടാ? ഹാപ്പി ബർത്ത്ഡേ. എന്റെ ബർത്ത്ഡേ ഇന്നല്ലല്ലോ. എന്റെ ബർത്ത്ഡേയാ ഞാൻ പറഞ്ഞത്. ആയിക്കോട്ടെ. നാട്ടിലുള്ളപ്പോ പാർട്ടി എല്ലാം നടത്തുമായിരുന്നു. ലാൽ എന്നെ ആശംസിക്കുമായിരുന്നു. മോഹൻലാലോ? ലല്ലു പ്രസാദ് യാദവ് കാട്ടിലായതുകൊണ്ട് ഇവിടെ തന്നെ പാർട്ടി നടത്താം. എന്നെ ആശംസിക്കണം. പാർട്ടി ആണെങ്കിൽ വെള്ളമുണ്ടോ? തരാൻ ഞാൻ. എവിടെയാടാ? ഇത് കുടിപ്പിച്ചവനെ മയക്കണം. അയ്യേ, കുഞ്ഞ് പിള്ളേർക്ക് കൊടുക്കുന്ന ഒരു വെള്ളം ഒഴിക്കുന്നു. മുഴുവൻ ഒഴിക്കടോ. ഇത് തികയില്ലാന്ന് തോന്നുന്നല്ലോ. ആ മതി മതി. ഇവൻ നല്ല മദ്യപാനിയാണല്ലോ. മോനെ, നീയാ എന്ത് പറ്റി? മോഹൻലാലിനെ പോലെ ചിരിക്കുന്നു, ജഗതിയെ പോലെ കരയുന്നു. എന്താ പറ്റിയേ? എനിക്ക് വെള്ളമെല്ലാം വാങ്ങിത്തന്ന് ഒരമ്മയെ പോലെ എന്നെ നോക്കുന്നില്ലേ? നിന്നെ ഞാൻ പട്ടിയെ പോലെ അടിച്ചല്ലോ. അതോർത്താ ഞാൻ എന്നെ കരയുന്നത്. തല്ലുന്നതിന് മുമ്പ് ആലോചിച്ചിരിക്കണം. നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമല്ലോ. ഈ കാർഡ് ഞാൻ നിന്റെ പേരിൽ എഴുതി തരട്ടെ? കാർഡ് ഗവൺമെന്റിന്റെ അല്ലേ അനിയ? അവര് തരത്തില്ലേ? വീണ്ടും എന്താ ആലോചിക്കുന്നത്? നിന്നെ കമ്പ് കൊണ്ട് തല്ലിയല്ലോ. ആ കമ്പ് ഞാൻ തല്ലി പൊട്ടിക്കട്ടെ? നീ തല്ലിയത് കൊണ്ട് ആ മരക്കഷ്ണം തകർന്നു പോയില്ലേ? നിനക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇനി ചോദിക്കാം. അനിയ, ചേട്ടാ, ഈ ചേട്ടൻ സ്നേഹം കൊണ്ട് ചോദിക്കുക, സാധിച്ചു തരുമോ? ചോദിക്കുക ചേട്ടാ. ഞാൻ വീട്ടിൽ പോട്ടെ? ചേട്ടായിയേ, ഇതിനാണോ വെള്ളം വാങ്ങി തന്നേ? പൊക്കോ ചേട്ടാ, പൊക്കോ. ഏടത്തിയമ്മ തിരക്കിന്ന് പറയണേ. ആ, ഫിറ്റായി. ഫ്ലാറ്റായി. അവളെയും കൊണ്ട് പോകാം. മോളെ, ദേ കണ്ടോ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ എന്റെ പ്ലാനിങ് വർക്കൗട്ടായി. അവൻ കിടന്നു. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് പോയാൽ രക്ഷപ്പെടാം. വാ. മുറുക്കി പിടിച്ചോ, വേഗം പോകാം. വാ 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 വാ. എടാ, അയ്യോ, കൊളായി. നല്ല മദ്യമായിരുന്നല്ലോ, എന്തു പറ്റി? എവിടാടാ പോകുന്നേ? അനിയനല്ലേ എന്നോട് പോകാൻ പറഞ്ഞത്? നിന്നോടല്ലേടാ പോകാൻ പറഞ്ഞേ? ആ പെണ്ണിനെയും കൊണ്ട് പോകുന്നു? എന്നെ യാത്രയാക്കാൻ വേണ്ടി. നീ വിദേശത്തേക്കല്ലേ പോകാൻ പോകുന്നേ? സെൻഡ് ഓഫ് ചെയ്യാൻ പെണ്ണ് വേണം അല്ലേ? ഇവളുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തുകയാണല്ലോ. എന്തോ നടപടി എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടല്ലോടാ. എന്താ നിന്റെ നടപടി? നടപടി എന്ന് പറഞ്ഞത് ജാതകത്തെ. നിനക്ക് ജാതകമൊക്കെ നോക്കാൻ അറിയാവടാ? പറഞ്ഞില്ലല്ലോ. അയ്യോ, അറിയില്ലെന്ന് പറഞ്ഞ തല്ലുമല്ലോ. അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ചറിയാം. എന്നാ എന്റെ കൈയൊന്ന് നോക്ക്. എന്ത് പറഞ്ഞാലും വിടില്ലല്ലോ. വാടാ. ആ, നോക്ക്.
കയ്യിലുള്ളത് ഏതാണ് ഗുരു, ഏത് ചൊവ്വയെന്നറിയില്ല. എന്താടാ? ഇത് സാധാരണ കൈയല്ല അനിയ. ആ. വിദേശത്ത് പോയി നല്ലതുപോലെ പഠിച്ച് ഡിഗ്രി വാങ്ങേണ്ട കൈയാണ്. ഞാന് അതെ. അയ്യോ, റിയാക്ഷൻ മാറുന്നല്ലോ മുഖത്ത്. നമ്മുടെ നാട്ടിൽ 1-ാം ക്ലാസ് പോലും പോയിട്ടില്ല. ഞാൻ വിദേശത്ത് പോയി ഡിഗ്രി വാങ്ങി കള്ളം. ഇനി നോക്കി പറ. ദയവ് ചെയ്ത് എന്നെ വിട്ടേക്ക്. ഡാ, എനിക്ക് ഫുൾ ഡീറ്റെയിൽ വേണം, പറ. ഒരു കാര്യം പറഞ്ഞപ്പോഴേ മൂത്രം വരുന്നുണ്ട്. ഫുൾ ഡീറ്റെയിൽസ് ചോദിക്കുകയാണല്ലോ. അനിയ, ഗുരുരേഖയെ കുറിച്ച് പറഞ്ഞാൽ എന്താ പറഞ്ഞേ? നിനക്ക് വേണ്ടി ഒരുപാട് പേര് കാവല് നിൽക്കും. ചോറ് അന്വേഷിച്ചു നീ പോകണ്ട. കൃത്യസമയത്ത് ചോറ് നിന്റെ മുമ്പിൽ വരുവ അനിയ. ഞാൻ ജയിലിൽ പോയവനാണെന്ന് എടുത്തു പറയാല്ലേ? നിന്നെ അയ്യോ, എന്റെ നടുവ്. അയ്യോ, ഒന്ന് പൊക്കന്നെ. എടാ, ഞാൻ സഹിച്ചുകൊണ്ടിരിക്കുക. എത്ര നേരമായിട്ട് എന്നെ അടിക്കുക. നീ തല്ലി എന്റെ ശരീരം താങ്ങുവാടാ. നീ മിണ്ടാതിരിക്ക്. വേണ്ട നീ മിണ്ടാതിരിക്ക്. എന്റെ കോൺസെൻട്രേഷൻ അവന്റെ നെറ്റിയിലാണ്. ക്യാപ്റ്റൻ. Shut up, idiot. മര്യാദക്കിരുന്നോ വേണ്ട? Let's go, come. ഉണ്ട് എന്റെ കയ്യിലാ. വളരെ നന്ദി. പാടാ വേട്ടക്കാരാ. അപ്പൊ ഉണ്ടയുണ്ടായിരുന്നെങ്കിൽ ചേട്ടനെ കൊന്നേനെ. അയ്യോ, അവളാണല്ലോ. നിന്റെ താലി നീ തന്നെ അറുക്കുന്നല്ലോടി. ചേട്ടാ, ഇപ്പൊ എവിടെയാണുള്ളത്? താങ്കൾ ഇപ്പൊ വിളിച്ച വ്യക്തി എന്നെ കൊല്ലാൻ ശ്രമിച്ചത് കൊണ്ട് ശരിക്കും ചവിട്ട് മേടിക്കാൻ പോകുന്നു. അല്പസമയത്തിനുള്ളിൽ തിരിച്ചു വിളിക്കുക. അയ്യോ, കയ്യിൽ വടി കിട്ടിയാൽ എന്നെ കൊല്ലുന്നതാ. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോകുന്നെന്ന് അറിയില്ലല്ലോ. ഗണ്ണ് കിട്ടിയ ഉടനെ ഹീറോയിസോ അല്ലേ? എടാ, എന്താടാ ഓന്ത് മുള്ളായിരിക്കുന്ന പോലെ ഇരിക്കുന്നേ? അനിയ, ഈ മെലിഞ്ഞ ശരീരത്തിന് BP, TB, ഷുഗർ, പ്രഷർ, കൈക്കും കാലിനും വേദന, ആസ്മ എല്ലാം ഉണ്ട്. ഈ രോഗിയെ തല്ലിയിട്ട് കൊലയാളി ആകരുത് അനിയ. എന്നാ വിട്ടേക്കാം. ഇനി ഇവിടുന്ന് രക്ഷപ്പെടാൻ ഞാൻ നിനക്ക് ഒരു ചാൻസ് കൂടെ തരാം. എന്താണ്? ഈ ഓടക്കുഴൽ ഇപ്പൊ എടുത്ത് ഞാൻ വായിച്ചു കൊണ്ടേയിരിക്കും. ശരി. നീ ഓടിക്കൊണ്ടേയിരിക്കും. ഈ സൗണ്ട് എപ്പം നിൽക്കുന്നോ അപ്പൊ നീ തിരിഞ്ഞു നോക്കുമ്പോ നാട്ടിലുണ്ടാവും. റെഡിയാണോ? അയ്യോ, ജീവനും കൊണ്ട് ഓടാ. അയ്യോ എടാ മുതലാളി, ഞാൻ വായിച്ചില്ലല്ലോടാ. അനിയ, വൺ മോർ. അങ്ങനെയാണോ? ഓക്കെ, ആക്ഷൻ. എന്താ ഇത് വായിക്കുന്നത് നിർത്തിയേ? ആ? അയാൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവോ? കുടുങ്ങിയിട്ടുണ്ടാവും. ഹലോ. CMന്റെ ഡീലെല്ലാം അവസാനിച്ചു. നീ എന്നോട് പറഞ്ഞ പോലെ തന്നെ പണം നിന്റെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്.
ഹാർബറിലുള്ള നമ്മുടെ സ്ഥലത്തേക്ക് ആ പെണ്ണിനെ കൊണ്ട് വരണം നീ. നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ സമയത്ത് പെണ്ണുമായിട്ട് ഞാനുണ്ടാവും. ഓക്കേ? ഗുഡ്. എടി,